ക്രിസ്തീയ പുരോഹിതന്മാരെ വിളിക്കുന്ന പള്ളിത്തന്ത എന്നൊരു പേരാണ്. ഫാദർ എന്ന് വിളിക്കുന്ന എന്തോ ഒരു മോശമായിട്ട് പള്ളിത്തന്ത. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ഈ കന്യാസ്ത്രീകളെല്ലാം മോശമാണ്. അദ്ദേഹം മരിച്ചു പോയത് കൊണ്ട് അനുഗാമികളോട് വിളിച്ചു പറയട്ടെ, ഒരു കന്യാസ്ത്രീയെ എങ്ങനെയാണ് ആ കത്തോലിക്ക സഭ സൃഷ്ടിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അത് പഠിക്കണം. 10ഉം 100ഉം പേര് ഒരു കോഴ്സിന് ചേർന്നാൽ 8ഓ 10ഓ പേരോ കന്യാസ്ത്രീയാകാൻ കാണൂ. അതാണ് സത്യം. 100ഉം 150ഉം പേര് അച്ഛന്മാരാകാൻ ഇറങ്ങി തിരിച്ചാൽ 10ഓ 15ഓ പേരെ കാണൂ. വിളിക്കുന്ന പാസ്റ്റർമാരോട് ചോദിക്ക്, ആ സാറ് ഒരു അധ്യാപകൻ കൂടിയാ, ചോദിച്ചു നോക്ക്. ഇവിടെ വേറെ ഒരു സാർ ആമുഖം പറഞ്ഞല്ലോ, ഇന്റർവ്യൂ ചെയ്ത് ഞങ്ങൾ വിദ്യാർത്ഥികൾ എടുക്കും. ഞാനൊരു സെമിനാരിയുടെ വൈസ് പ്രിൻസിപ്പളാണ് ചില നാളുകളായിട്ട്. ഇന്റർവ്യൂ ചെയ്തെടുക്കും 10ഉം 100ഉം പേരെ തിരഞ്ഞെടുത്താൽ കോഴ്സ് പൂർത്തീകരിക്കാൻ 10ഓ 15ഓ പേരെ കഷ്ടിച്ച് കാണും. അവരെല്ലാം തന്നെ മിനിസ്ട്രിയിൽ ഉണ്ടാവില്ല. അത്യധികം ത്യാഗമാണ്. 10ഉം 12ഉം കൊല്ലങ്ങൾ പഠിച്ചിട്ടാ ഒരാൾ പുരോഹിതനാകുന്നത്. എന്തൊക്കെയാ പഠിക്കുന്നത്? ഇന്ത്യ ചരിത്രം പഠിക്കും, ഫിലോസഫി പഠിക്കും, സോഷ്യോളജി പഠിക്കും, സൈക്കോളജി പഠിക്കും, സൈക്കാട്രി പഠിക്കും, കൗൺസിലിംഗ് പഠിക്കും. ഇതൊക്കെ പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. അത് ശപിക്കാനൊന്നല്ല. നിങ്ങൾ ഞങ്ങളുടെ സെമിനാരികൾ വന്നൊന്ന് പഠിക്കുക. എന്താ കാര്യം അറിയണ്ടേ? ഹിന്ദുമതത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ അവിടെ വരുന്നത് സന്യാസിമാർ തന്നെയാണ്. കാരണം ഞങ്ങൾ പഠിപ്പിച്ചാൽ ഏതെങ്കിലും തരത്തിൽ അപാകത വേണ്ട, നിങ്ങൾ തന്നെ വന്ന് പഠിപ്പിച്ചോളൂ. ഞങ്ങൾ ഹിന്ദുമതത്തെക്കുറിച്ച് എഴുതിയ പുസ്തകമൊക്കെ CLS കിട്ടും. നിങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു വരി പോലും അതിലുണ്ടാവില്ല. മനസ്സിലാക്കിക്കൊള്ളണം. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഹൈദരാബാദിലുമൊക്കെ ഉള്ള ക്രിസ്തീയ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ മുല്ലാമാരെ തന്നെയാണ് വിളിക്കുന്നത്. എന്തിനാണ്? കാരണം അത്തരത്തിലുള്ള ആളുകൾ അവരുടെ വീക്ഷണഗതി പഠിപ്പിക്കട്ടെ. കമ്മ്യൂണിസം പഠിപ്പിക്കാൻ ആളുകളെ വിളിക്കും. നിങ്ങളുടെ വീക്ഷണഗതി പഠിപ്പിക്കണം. അതിനാ ഞങ്ങൾ അതിന് കമ്പാരിറ്റീവ് സ്റ്റഡി ഒക്കെ നടത്തും. അത് വേറെ കാര്യം. എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്? ആക്ഷേപിച്ചും വിമർശിച്ചും ഞങ്ങൾ നിങ്ങളോട് ഇടപെടുന്ന രീതി ഉണ്ടായില്ല, അങ്ങനെ പറയുന്ന രീതിയില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ക്രിസ്തീയ വിശ്വാസം എങ്ങനെയാണ് സ്ഥാപിച്ചത് എന്നതിനെ ചൊല്ലി ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്, ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷകളുണ്ട്. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. വ്യാപകമായി പെന്തക്കോസ്തുകാരും മതം മാറ്റും. ഇതാ പറഞ്ഞത്. മറ്റൊരു കാര്യം പറഞ്ഞത് ബഹുമാനപ്പെട്ട BJPയുടെ പ്രസിഡന്റ് ചന്ദ്രശേഖർജിയാണ്. ഈ ചന്ദ്രശേഖർജി കേരളത്തിലേക്ക് വന്നൊരു കാലം കൂടെ പഠിക്കണം. ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, ഈ പാവം ബ്രാഹ്മണരെ എന്തിനാണോ ഇയാൾ ഇങ്ങനെ വിമർശിക്കുന്നത്? എൻ്റെ പൊന്നു ബ്രാഹ്മണ സഹോദരന്മാരെ, നിങ്ങളെ അല്ല ഞാൻ വിമർശിച്ചത്. പാവം നിങ്ങൾക്ക് സംവരണം തരണമെന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രമാത്രം ഇല്ലായ്മയിലൂടെ പോകുന്ന ആളുകളാണ് ഈ രാജ്യത്തിലെ ബ്രാഹ്മണർ. അഗ്രഹാരങ്ങളൊക്കെ ചെന്ന് കണ്ടാൽ അവരുടെ സ്ഥിതി ദയനീയമാണ്, പരമദയനീയമാണ്. ഒന്നാമത്തെ കാര്യം, മറ്റു ജോലി ചെയ്യാൻ അവർ പഠിച്ചില്ല. പഠിക്കാത്തത് കണ്ടത് നമ്മുടെ G. സുധാകരൻ പഴയ MLA, പഴയ മന്ത്രി പറയുന്നുണ്ട്, മറ്റു ജോലിയൊന്നും ചെയ്യാൻ അവർക്കറിയില്ല. അതാ സത്യം. ഈ മന്ത്രവും പൂജയും വേദോച്ചാരണവും ഒക്കെ അവർക്കറിയത്തുള്ളൂ. ഇപ്പൊ ഇതിനൊന്നും വലിയ മാർക്കറ്റ് അവരുടെ തന്നെ ഇല്ലെന്ന്, അവരുടെ തന്നെ ഇതിനൊന്നും വലിയ സാധ്യതയില്ലാതെ വന്നപ്പോൾ അതെവിടെ പോയി പറയും? അവർക്ക് ആഹാരത്തിന് പോലും വിഷമിക്കുന്നവരാ. നിങ്ങളെ അല്ല ഈ വിമർശിക്കുന്നത്, മറിച്ച്